ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. മനുഷ്യരും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ വ്യത്യാസത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, 90% ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. 10% ആൾക്കാർ അജ്ഞരായിരിക്കുമല്ലോ. അതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കാനില്ല. അപ്പോൾ ഈശ്വരനും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം, അതാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത്. മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈശ്വരന് ചെയ്യാൻ കഴിയും. ഈശ്വരന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യവും മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുകയേയില്ല. അതുതന്നെയാണ് വ്യത്യാസം. ഈ വ്യത്യാസം അറിയാത്ത ജനം ആരാണുള്ളത്? ഭഗവാൻ കാണിക്കുന്ന ഓരോ അത്ഭുതങ്ങളും, ഭഗവാൻ കാണിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും മനുഷ്യർക്ക് വേണ്ടിയായാലും സകല ജനങ്ങൾക്ക് വേണ്ടി എന്നതല്ല, ലോകം മുഴുവനും ഭഗവാൻ കാണിക്കുന്ന ഈ മഹാ അത്ഭുതത്തിന് പകരമായിട്ട് വയ്ക്കാൻ ഒരു മനുഷ്യൻ ഇന്നോളം കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഈശ്വരന് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എല്ലാവരും പറയും ഈശ്വരന് കഴിയാത്തതായിട്ട് പലതും ഉണ്ട്. അത്ഭുതങ്ങൾ കാണിക്കുന്നത് ഈശ്വരൻ മാത്രമല്ല, ശാസ്ത്രത്തിന് ഇഷ്ടം പോലെ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഈ ശാസ്ത്രത്തിന് തന്നെ അത്ഭുതം കാണിക്കാനുള്ള ഈ മഹാഭാഗ്യവും ഈ കഴിവും ഇതെല്ലാം കൊടുക്കുന്നത് ആരാണ്? ഈശ്വരനാണ്. ആ ഈശ്വരനാണ് ഇവർക്ക് കാണിക്കാൻ പറ്റുന്ന അത്ഭുതങ്ങൾ കാണിക്കുന്നത്. ഓരോ മനുഷ്യർക്കും അത്ഭുത സിദ്ധികൾ ആവശ്യത്തിലേറെയുണ്ട്. ഈ അത്ഭുതങ്ങൾ കൊടുക്കുന്നതും ഈശ്വരനാണ്. അപ്പം ദൈവവും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്ത ജനങ്ങൾ ഇല്ല. അപൂർവം ചില ജനങ്ങൾക്ക് ഒന്നുമേ മനസ്സിലാവില്ല. ഈ മഹാ അത്ഭുതങ്ങൾ കാണിക്കാൻ ഭഗവാനല്ലാതെ ആർക്ക് കഴിയും? ഈ അത്ഭുതങ്ങൾ അനുഭവിക്കുന്ന നമ്മൾക്ക് എങ്ങനെ ഇത് വിവരിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും? അവരവർക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്, അവരവർക്ക് മാത്രം ആസ്വദിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്, അവരവർക്ക് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ മഹാ അത്ഭുതങ്ങൾ. മനുഷ്യർക്ക് കിട്ടുന്നത് ഭഗവാനിലൂടെ മാത്രം. ഭഗവാന് മാത്രമേ ഇത്രയും അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുള്ളൂ. ഏതൊരു കാര്യവും ചെറുതോ വലുതോ എന്നൊന്നല്ല, നമ്മൾ ഭഗവാനിൽ എത്രത്തോളം അർപ്പിക്കുന്നുവോ അതിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ അമിതം. ഈ മാറ്റങ്ങളെ ആർക്കും വിലയിരുത്താതിരിക്കാനും കഴിയില്ല. കാരണം അവരവരുടെ ഉള്ളിൽ നിന്നും അവരവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സോൾവ് ആവുന്നതാണ്. ഈ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ കാണുന്നത് ദൈവത്തെ, നമ്മൾ കാണുന്നത് ഭഗവാനെ. ഈ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഈ പ്രപഞ്ച ശക്തിയെയും ഈ ഭഗവാനെയും മാനിക്കാതെ മുന്നോട്ട് പോയിട്ട് ഞാൻ വലിയ ആളാണെന്നുള്ള ഭാവത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒന്നും മനസ്സിലാവില്ല. അവസാന നിമിഷം ഭഗവാൻ ചില ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കും, ചില ആൾക്കാർക്ക് അതും ഉണ്ടാവില്ല. ആ മനസ്സിലാക്കി കൊടുക്കുന്ന മനുഷ്യർ അടുത്ത ജന്മത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റേതായ ഗുണവും മാറ്റവും ഉണ്ടായെന്നിരിക്കും. ദൈവത്തെ പഠിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ദൈവത്തെ മനസ്സിൽ പൂർണ്ണമായി മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. മനസ്സിലാക്കുന്ന ആൾക്കാർ അത്ര ഭാഗ്യമുള്ളവരാണ്. അപ്പോൾ ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഇത് മാത്രമാണ്. ദൈവത്തിന് എല്ലാം കഴിയും, മനുഷ്യർക്ക് എല്ലാം കഴിയില്ല. ഭഗവാന്റെ സഹായത്തോടു കൂടി അത്ഭുതങ്ങൾ കാണിക്കാൻ ഒരുപാട് ആൾക്കാർക്ക് കഴിയുകയും ചെയ്യും. അവർക്ക് പ്രത്യേക സ്ഥാനവും അതുപോലെ തന്നെ അവർക്ക് പ്രത്യേക കാര്യങ്ങളും അതിൻ്റേതായ വിലയും നിലയും ഭഗവാൻ കൊടുക്കും. അത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ടോ വേദനിച്ചിട്ടോ വിഷമിച്ചിട്ടോ കാര്യമേ ഇല്ല. എല്ലാവർക്കും കിട്ടുന്ന കാര്യം തന്നെയാണിത്.
അത് എങ്ങനെ എടുക്കണമെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ കയ്യിലെ വിരലുകൾ എല്ലാം ഒരുപോലെയല്ല, പക്ഷെ എല്ലാം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അതിന് കിട്ടുന്ന ശക്തിയും ബുദ്ധിയും ബലവും യോഗ്യതയും വളരെ വളരെ വലുതാണ്. അതേപോലെ തന്നെ ഈശ്വരൻ എല്ലാ ആൾക്കാർക്കും കൊടുക്കാൻ കഴിയും. എല്ലാ ആൾക്കാരും അങ്ങ് എടുത്താൽ മതി. എല്ലാ ആൾക്കാർക്കും കിട്ടുന്ന കാര്യം തന്നെയാണിത്. അതിനാർക്കും സംശയിക്കേണ്ട. അപ്പം ഈശ്വരൻ എന്ന വൻ ശക്തിയെ അംഗീകരിക്കുക. നമ്മൾക്ക് ഈശ്വരനിൽ നിന്ന് നേടാൻ പറ്റുന്നതെല്ലാം നേടാൻ കഴിയും. അത്ഭുതകരമായ കാര്യങ്ങൾ ഭഗവാന്റെ കയ്യിലുണ്ട്. അത് മനുഷ്യർക്കും എടുക്കാൻ കഴിയും. അതെടുക്കാൻ ശീലിക്കുക, എടുക്കാൻ പഠിക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. സർവ്വ സൗഭാഗ്യങ്ങളും സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കുക. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതി അമ്മയിലൂടെ എത്തുന്നു.